കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ തിരിച്ചറിയൽ പരേഡ് ഈ ആഴ്ച നടത്തുമെന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രധാന വാർത്ത. ജോസഫ് മാഷിനെയും സവാദിന്റെ ബന്ധുക്കളെയും തിരിച്ചറിയൽ പരേഡിനായി എത്തിക്കും. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അപേക്ഷ CJM കോടതി പരിഗണിക്കും. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ദേവസ്വം ബോർഡും BJPയും പ്രതികരണവുമായി രംഗത്ത് വന്നു. കൂടാതെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ കിരണുണ്ട്. കിരൺ, കൊച്ചിയിൽ നിന്ന് നിരവധി വാർത്തകളുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് ഈ ആഴ്ച നടത്തും എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഈ സവാദിനെ കണ്ണൂരിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ സവാദിനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് തന്നെ NIA വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. ഈ കേസിലെ മുഖ്യപ്രതി ആയതുകൊണ്ട് തന്നെ ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് NIA കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ നടപടികളിലേക്ക് ഈ ആഴ്ച തന്നെ കടക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കേസിലെ ഇരയായിട്ടുള്ള പ്രൊഫസർ TJ ജോസഫിന്റെ അദ്ദേഹം ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം ഈ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ അദ്ദേഹത്തിന്റെ മകനും ഒപ്പം തന്നെ സഹോദരിയും അമ്മയും അടക്കമുള്ള ആളുകളാണ് അന്ന് ഈ ജോസഫ് മാഷിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ഈ മകനടക്കമുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ ഈ പ്രതിയെ തിരിച്ചറിയണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ കേസിലെ പ്രധാനമായിട്ടുള്ളത്. ഇതിന്റെ നടപടികളിലേക്ക് ഈ ആഴ്ച തന്നെ കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ കേസ് പരിഗണിക്കുന്നത് കൊച്ചിയിലെ NIAയുടെ കോടതിയാണ്. ഈ കോടതി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് അടുത്ത ദിവസം തന്നെ നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി.